എളുപ്പത്തിൽ ഒരു തൈര് സാദം ഉണ്ടാക്കിയാലോ? ഒരു ബൗൾ എടുക്കുക. തൈര് സാദത്തിന് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കാം. നല്ല വെന്ത ചോറാണെങ്കിൽ അത്രയും നല്ലത്. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. മതി. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിൻ്റെ പുളി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യം അനുസരിച്ച് ലൂസ് ആക്കേണ്ടതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി കുറവുള്ള നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും മതി. ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 10-15 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വെക്കാം, ഒന്ന് സോക്ക് ആകാനായിട്ട്. കടുക് പൊട്ടിക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോൾക്ക് ഇതൊട്ടും ഇഷ്ടമല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് സമ്മതിച്ചു. ചോപ്പ് ചെയ്ത ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യാം. 2-3 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള അനുസരിച്ച് സ്പൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ചുമന്നുള്ളി, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ച റൈസ് നോക്കാം. അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് അനാറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ല ഭംഗിയല്ല, നല്ല ചുമന്ന കളറ്. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം കടുക് വറുത്തതോടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഭംഗിക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് അനാറും കൂടെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.